ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 86 ശ്ലോകം 7-8. ഭക്തോത്തംസേധ ഭീഷ്മേ തവ ധരണിഭരക്ഷേപകൃത്യൈകസക്തേ നിത്യം നിത്യം വിഭിന്ദത്യവനിഭൃതയുതം പ്രാപ്തസാദേച്ച പാർത്ഥേ നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഹദരിവരം ധാരയൻ ക്രോധശാലീ വാധാവൻ പ്രാഞ്ജലിം തം നതശിരസമഥോ വീക്ഷ്യമോദാദപാഗാഃ. യുദ്ധേ ദ്രോണസ്യ ഹസ്തിസ്ഥിരരണഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം വക്ഷസ്യാധത്തചക്രസ്ഥകിതരവിമഹാഃ പ്രാർത്ഥയത്സിന്ധുരാജം. നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകാർഷീത്. ഭക്തഃ ഉത്തംസേ അഥ ഭീഷ്മേ തവ ധരണിഭരക്ഷേപകൃത്യേ ഏകസക്തേ നിത്യം നിത്യം വിഭിന്ദതി അവനിഭൃതയുതം പ്രാപ്തസാദേച്ച പാർത്ഥേ നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഹദരിവരം ധാരയൻ ക്രോധശാലീ ഇവ ആധാവൻ പ്രാഞ്ജലിം തം നതശിരസം അധ വീക്ഷ്യമോദാദ് അപാഗാഃ. യുദ്ധേ ദ്രോണസ്യ ഹസ്തിസ്ഥിരരണഭഗദത്ത ഈരിതം വൈഷ്ണവ അസ്ത്രം വക്ഷസി ആധത്ത ചക്രസ്ഥകിതരവിമഹാഃ പ്രാർത്ഥയത് സിന്ധുരാജം. നാഗ അസ്ത്രേ കർണമുക്തേ ക്ഷിതിം അവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്ര അപി പാർത്ഥം കിം ഇവ നഹി ഭവാൻ പാണ്ഡവാനാം അകാർഷീത്. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തിൽ ഭട്ടതിരി ഭഗവത്ഗീത ശ്ലോകങ്ങളെ മുഴുവൻ സംഗ്രഹിച്ച് ഒറ്റ വരിയിൽ ചൊല്ലിവിട്ടാർ. ആത്മാവുക്ക് നാശമില്ലേ, ഏകനാക്കും, ആരും വധിക്കരുതില്ലേ, വധിക്കപ്പെടരുതില്ലേ, அதனால நீருக்கு க்ஷத்ரிய தர்மமான யுத்தம் பண்ணு அப்படின்னு ഒറ്റ വാർത്തയിൽ ചൊല്ലിവിട്ടാർ. 7வது ശ്ലോകത്തിൽ അഥ ഭക്തോത്തംസേ ഭീഷ്മേ തവ ധരണിഭരക്ഷേപകൃത്യൈകസക്തേ നിത്യം നിത്യം അവനിഭൃതയുതം വിഭിന്ദതി. ഭക്തശിരോമണിയാണ് ഭീഷ്മർ. ഭൂമിയോട് ഭാരം തീർക്കരുതുங்கிறது ഭഗവാനോട് താല്പര്യമാക്കും. അപ്പോൾ அந்த ഭീഷ്മർ ഇതൊക്കെ എന്നെ பண்ணுന്ന 7 നാളത്തെ 10 ദിവസമാക്കുന്നു. ആമാം, 10 നാളത്തെ യുദ്ധമായാച്ച് ഭീഷ്മർ താൻ കൗരവർ സേനയ്ക്ക് സേനാധിപതിயாக இருக்கார். ஆனால் பாண்டவாளில் ആർക്കും ഒന്നും പറ്റരുതില്ലേ. കൗരവ സൈന്യം നിറയെ വിഴുந்தாയാച്ച് ദുര്യോധനൻ കൂപ്പിട്ടിട്ട് ചൊല്ലുവൻ, ഞാൻ കർണനെ സേനാധിപതി ആക്കിയിരുന്നാൽ ഇതൊക്കെ മേലെ ഇതൊക്കെയുള്ള കഴിഞ്ചിരിക്കുമായിരുന്നത് യുദ്ധം. പാണ്ഡവാളെല്ലാം ഇല്ലാക്കി ആക്കിയിരിപ്പനായിരുന്നത് കർണൻ அப்படின்னு சொல்ல ഭീഷ്മർ ഒരു തടസ്സமாக നിൽക്കറാരുங்கிற மாதிரி பேச உங்களுக்கு அந்த പേരക്കുട്ടികൾ പാണ്ഡവ പേരക്കുട്ടികളാക്കുന്നുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇരിക്കുന്നതിനാല നിങ്ങൾ ശരിയായ യുദ്ധം പണ്ണറുതില്ലേ. ദ്രോണർക്കും തന്നോട് പ്രിയ ശിഷ്യൻ അർജുനൻங்கிற ഒരു ഇതിരിക്കുന്നതിനാല ആശയിരിക്കുന്നതിനാല അവളെ ഒന്നും പണ്ണറുതില്ലേங்கிற மாதிரி ദുര്യോധനൻ ചൊല്ല. അപ്പോൾ ഭീഷ്മർ ചൊല്ലുക,
നാളേക്ക് ഒന്നില്ലാട്ടാൽ എന്നോട് മരണം, അല്ലാട്ടാൽ ഞാൻ കൃഷ്ണനെ കൊണ്ട് കൃഷ്ണൻ സത്യം ചെയ്തിരിപ്പരെ ഞാൻ ആയുധം എടുക്കാൻ മാട്ടേൻ, ആയുധമില്ലായ്ക്ക് നാം മാത്രം പറയും, ആയുധധാരികളായിട്ടുള്ള സൈന്യത്തെ മുഴുവൻ കൗരവാൾക്ക് കൊടുത്ത, അപ്പം ഞാൻ ആയുധം എടുക്കാൻ മാട്ടേൻ എന്ന് ചൊന്ന കൃഷ്ണനെ കൊണ്ട് ഞാൻ ആളേക്ക് ആയുധം എടുപ്പിച്ചിരിപ്പേ എന്ന് ഭീഷ്മർ ചൊല്ല. ഭക്തനാന ഭീഷ്മനോട് വാർത്തകളെ ശരി പണ്ണർത്തുക്കാ വേണ്ടി കൃഷ്ണർ ആയുധം എടുക്കാർ അടുത്ത നാളേക്ക് കാട്ടുறது. ഇപ്പോൾ തന്നോട് കടമൈ ദിവസം തോറും 10,000 രാജാക്കന്മാരെ വധിക്കാറാണ് അർജുനൻ. പാർത്ഥേച്ച പ്രാപ്തസാദേ ത്വം നിശസ്ത്രത്വ പ്രതിജ്ഞാം. അർജുനൻ പോലും തളർന്ന സമയത്തിൽ ആയുധമെടുക്കാൻ മാട്ടെ, നിശസ്ത്രത്വം, ശസ്ത്രം എന്ന ആയുധം, നിശസ്ത്രത്വം ആയുധം എടുക്കാൻ മാട്ടെ എന്നുള്ള പ്രതിജ്ഞയ വിജഹത് അത് മീറിന്ത് அதுக்கு மேலே അരിവരം ധാരയൻ ക്രോധശാലി ഇവ. ഇപ്പോൾ ആയുധം വേറൊന്നും കയ്യിലില്ലേ, സുദർശനത്തൊന്നും കൊണ്ടുവരലേ. ഒരു ഇത് ഘട്ടം വന്നപ്പോൾ രഥത്തോട് ചക്രത്തെയെ എടുത്ത് കയ്യിലെടുത്ത് പിടിച്ചും തരാം കൃഷ്ണർ. ചക്രവും എടുത്തുണ്ട് ക്രോധശാലി വരൊമ്പ ക്രോധമുള്ളവനെ മാതിരി, ക്രോധം കടയാതെ കൃഷ്ണருக்கு ഒരു കാല് அது மாதிரி ஆட் பண்ணுறாராம். ஆதாவன் அப்படியே ஓடி போகிறாராம். உடனே பார்த்தன் அதோ பிராஞ்சலிம் நத சிரசம் தம் வீக்ஷ்ய மோதாது அபாகாக. நான் யுத்தம் பண்ண மாட்டேன், தாத்தா முன்னாடி நிற்கிறார் அப்படின்னு அர்ஜுனன் அழற சமயத்தில் நீ யுத்தம் பண்ணலேன்னா நான் யுத்தம் பண்ணுவேன்னு சொல்லி ஆயுதம் எடுத்து போகிறத பார்க்கறதே முன்னாடி நிற்கிறான். അപ്പോൾ ഭീഷ്മനെ பார்த்து ചിരിക്കറാരാം ഒരു ചിരി കൃഷ്ണർ. ഭീഷ്മർക്കും സന്തോഷമാച്ച. ഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ ഭീഷ്മസ്തുതിയുണ്ട്. ഭീഷ്മർ കടശീ കാലത്തിൽ ആർത്തെ ശരശയ്യയില കിടക്കറത്തെ എല്ലാവരും പാക്ക വരുക. യുധിഷ്ഠിരൻ യുദ്ധം മുടിഞ്ഞാൽ ചെന്നേക്ക് യുദ്ധം മുടിഞ്ഞ് പഞ്ചപാണ്ഡവാളിരിക്കുക, കൗരവസേനയിൽ 1-2 പേരിരിക്കുക, കൃഷ്ണർ വരാർ. എല്ലാ ഋഷിമാരും അങ്കിരിക്കുക ഭീഷ്മരോട് മുക്തി പാക്കറത്തുക്ക്. அந்த സമയത്തിൽ ഭീഷ്മർ സ്തുതി പണ്ണുവർ കൃഷ്ണരെ. അപ്പം ചൊല്ലുവർ സ്വനിഗമം അപഹായ മത് പ്രതിജ്ഞാം ഋതമധികർത്തുമവപ്ലുതോ രഥസ്ഥഃ ധൃതരഥചരണോഭ്യയാചലദ്ഗുരുഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയഃ. ചാടി ഇറങ്ങിനെ அப்படியே அந்த ரதத்திலேருந்து குதிச்சு கீழிறங்கிறதே அந்த உத்தரியங்கூடி பறந்து போயிடுதாம். അതുകൂടി പാക്കായിക്കാക്കും കൃഷ്ണർ തന്നോട് அந்த പ്രതിജ്ഞയെ മീറിന്ത് യുദ്ധத்துக்கு വந்தாറിട്ട് ഭീഷ്മർ സ്തുതി പണ്ണുവർ. அப்படிയുള്ള ഭഗവാൻ പാണ്ഡവാൾക്ക് എന്നെല്ലാം ചെയ്താങ്കർത്ത 8ാவது ശ്ലോകത്തിൽ ചുരുക്കി ചൊല്ലല. ദ്രോണസ്യ യുദ്ധേ ഹസ്തിസ്ഥിരരണഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം വക്ഷസി ആധത്ത. ദ്രോണനോട് യുദ്ധത്തിൽ ആനയ്ക്ക് മേലെ ഒക്കാന്ത് യുദ്ധം ചെയ്ത ഭഗദത്തനെ ചൊല്ലി അനുപ്പി. ഭഗദത്തൻ ദ്രോണനെ ഇത് പണ്ണ മുടിയും, നിഗ്രഹം പണ്ണ മുടിയും. ഭഗദത്തനെ ചൊല്ലി നാരായണാസ്ത്രത്തെ അനുപ്പറാർ. ദ്രോണനുക്ക് ഭഗദത്തനുക്ക് മേലെ ദ്രോണർ അനുപ്പിന അസ്ത്രത്തെ തന്നോട് മാർക്ക് അലങ്കാരമാ അത് മാറാല തടഞ്ചിക്കറാരാം കൃഷ്ണർ. ചക്രസ്ഥഗിത രവിമിഹ ചക്രസ്ഥഗിത രവിമഹാ സിന്ധുരാജം പ്രാർത്ഥയത്. ജയദ്രഥൻ ഇവാൾക്ക് സിന്ധു രാജ്യത്തോട് രാജാവാന ജയദ്രഥൻ
ஜெயத்ரதன் ஒரே ஒரு சிஸ்டராக்கும் இந்த கௌரவாளுக்கு. அந்த சிஸ்டரோட ஹஸ்பண்டாக்கும் ஜெயத்ரதன். ஜெயத்ரதன் சக்கரவியூகம் பண்ணி അർജുനോട് പിള്ളை അഭിമന്യുവ വധം பண்ணுவா. എല്ലാവരും അസ്ത്രധാരികളായിരുന്നത് ചക്രവ്യൂഹത്തുക്കുള്ളേറത്തേക്ക് അഭിമന്യു പഠിച്ചിരിക്കാൻ. എപ്പിടിന്നാ സുഭദ്രൈ ഗർഭമായിരിக்கிற காலத்தில் அர்ஜுனனுக்கு சொல்லி கொடுத்தார். அந்த வயத்தில் இருந்தது குழந்தை அந்த உள்ளறது கேட்டது. கொஞ்சம் கழிஞ்சு பார்த்தாச்சுன்னா அர்ஜுனன் தூங்கி விட்டானோ. അപ്പോൾ ഭഗവാൻ തിരുമ്പി വെളിയിൽ ഇറങ്ങുறது എപ്പിടിங்கிறது சொல்லி கொடுக்கல. அதனால അഭിമന്യുക്ക് ചക്രവ്യൂഹത്തുക്ക് ഉള്ള എല്ലാവരെയും വധം பண்ணி ഉള്ള പോയിട്ടാൻ. തിരുമ്പി വെളിയിൽ ഇറങ്ങ തിരിയല്ലേ. ചെറുപ്പം அந்த സമയത്തിൽ സുഭദ്ര அந்த சமயம் உத்தர கர்ப்பமாயிருக்கா. அப்படி இருக்கப்பட்ட സമയത്തിൽ அந்த പയ്യനെ അഭിമന്യുവ കൊന്നതും കൃഷ്ണർ சொல்கிறார் நாளைக்கு அர்ஜுனன் சொல்கிறான் நாளைக்கு அஸ்தமனத்துக்குள்ளதான் ஜெயத்ரதனை வதம் பண்ணியிருப்பேன்னு പ്രതിജ്ഞ பண்ண. അടുത്ത നാളേക്ക് സായങ്കാലം വരയ്ക്കും ജയദ്രഥൻ വെളിയിലേ വരலை. இப்போ பகவான் இருக்க என்ன பண்ணுவார்னா அந்த அஸ்தமனமாயாச்சுங்கிற மாதிரி സൂര്യനെ മറപ്പർ. സൂര്യനെ മറിച്ച് അസ്തമനമായാച്ച് ചൊല്ലി തെരിഞ്ഞതും യുദ്ധം നിർത്തി കൗരവ ആഘോഷം பண்ண. அந்த சமயத்தில் ஜெயத்ரதன் வெளியில் வந்ததும் திருப்பி அந்த சூரியனை மறைஞ்சிருக்கப்பட்ட சூரியனை திருப்பி நிவர்த்தி பண்ணி அங்கே சூரிய அஸ்தமனமாயாகலை சொல்லி யுத்தம் கம்ப்ளீட் பண்ணி ஜெயத்ரதனை வதம் பண்ணுவான். നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിം അവനമയൻ തത്ര അപി പാർത്ഥം കേവലം കൃത്തമൗലിം തത്രേ. കർണൻ അർജുനനുക്ക് നേരെ നാഗാസ്ത്രം അനുപ്പിന സമയത്തിൽ തലയ്ക്ക് തലപ്പാവോടെ പോച്ചുங்கிற ഒരു ഇത് ചൊല്ലുവാ ഇല്ല വചനം. കൃഷ്ണരിക്ക് அந்த രഥത്തെ നന്ന കാലാൽ ഒരു അമുത്തമുത്ത് രഥം അപ്പടിയെ കീഴുക്ക് പോയി അനുപ്പിന് അസ്ത്രം തലപ്പാവ മാത്രം കിരീടത്തെ മാത്രം അടിച്ചത് വെളിയിൽ പോച്ച് അപ്പടി അർജുനന് രക്ഷ പണിനാർ. ഭവാൻ പാണ്ഡവാനാം കിം ഇവ ന അകാർഷീഹി. ഹേ കൃഷ്ണ, இந்த പാണ്ഡവാൾക്ക് വേണ്ടി നിങ്ങൾ വെറും സൂതൻ ഒരു ഡ്രൈവർ വേഷത്തെ പോട്ടുന്നത് എന്നതാൻ ചെയ്യലേ. അതാണത് ഭഗവാൻ സാരഥി ആയിരിക്കലേ ആനാൽ എന്നെ സംഭവിക്കുമായിരുന്നത്. அந்த പ്രാർത്ഥന രക്ഷ പണ്ണത് മാത്രമല്ല പാണ്ഡവാള പൂര ഓരോ സന്ദർഭങ്ങളിലെയും രക്ഷ പണി നരനാരായണന്മാരാക്കും കൃഷ്ണനും അർജുനനുங்கிறத കാട്ടി പാണ്ഡവാൾക്ക് എന്നതാൻ ചെയ്യറതില്ലേ. അപ്പോൾ ഇത് നമ്മൾക്കും ബാധകമാക്കും. നമ്മൾ ഭഗവാന് അടൈക്കലം പണിയച്ചാൽ അവർ ഏത് വിധത്തിൽ നമ്മൾക്ക് രക്ഷ കൊടുപ്പറുங்கிறதுக்கு ഉള്ള ഒരു മെസ്സേജ് ഇതിലെന്ത് കൊടുക്കണം. ഹരേ കൃഷ്ണ.